മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ക്രമക്കേട് ആരോപിച്ചുകൊണ്ടുള്ള ഹർജിയിൽ ബോംബെ ഹൈക്കോടതിയുടെ ഒരു നിർണായക ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ്. ബോംബെ ഹൈക്കോടതി ഈ ഹർജി ഫയലിൽ സ്വീകരിക്കുകയും കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന് ഒരു നോട്ടീസ് അയക്കുകയും ചെയ്തിരിക്കുകയാണ്. 3 പ്രധാനപ്പെട്ട ആക്ഷേപങ്ങളാണ് ബോംബെ സ്വദേശിയുടെ ഈ ഹർജിയിൽ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉയർത്തിയിരിക്കുന്നത്. ആദ്യത്തേത്, മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സമയമായ 6 മണിക്ക് ശേഷം 75 ലക്ഷത്തോളം മനുഷ്യർ വോട്ട് ചെയ്തു എന്നൊരു ആക്ഷേപമാണ്. രണ്ടാമത്തേത്, തെരഞ്ഞെടുപ്പ് നടന്ന 95ഓളം നിയമസഭാ മണ്ഡലങ്ങളിൽ പോൾ ചെയ്തതിനേക്കാൾ കൂടുതൽ വോട്ടോ അല്ലെങ്കിൽ പോൾ ചെയ്തതിനേക്കാൾ കുറവ് വോട്ടോ ആണ് വോട്ടിംഗ് മെഷീനിൽ എണ്ണിയത് എന്ന ആക്ഷേപമാണ്. അവർ വ്യക്തമായി ചൂണ്ടിക്കാണിക്കുന്നത് 19 മണ്ഡലങ്ങളിൽ പോൾ ചെയ്തതിനേക്കാൾ കൂടുതൽ വോട്ട് എണ്ണുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ 76 മണ്ഡലങ്ങളിൽ പോൾ ചെയ്തതിനേക്കാൾ കുറവ് വോട്ടാണ് എണ്ണുന്ന സാഹചര്യം ഉണ്ടായത് എന്ന് തന്നെയാണ്. അതോടൊപ്പം മറ്റൊരു ആക്ഷേപം കൂടി ഈ ഹർജിയിൽ ഉന്നയിക്കുന്നുണ്ട്. പോളിംഗ് സ്റ്റേഷൻ തിരിച്ചുള്ള വോട്ടിന്റെ കണക്കും വോട്ടിംഗ് മെഷീനിലെ വോട്ടിന്റെ കണക്കും തമ്മിൽ പൊരുത്തപ്പെടുന്നില്ല എന്നൊരു ആരോപണവും ഈ ഹർജിയിൽ ഉന്നയിക്കുന്നുണ്ട്. നിലവിൽ തന്നെ മഹാവികാസ് അഘാടി, അവിടുത്തെ പ്രതിപക്ഷമായ കോൺഗ്രസ് ഉൾപ്പെടുന്ന മഹാവികാസ് അഘാടിയുടെ നേതാക്കൾ നൽകിയ ക്രമക്കേട് ആരോപിച്ചുകൊണ്ടുള്ള 6ഓളം ഹർജികൾ ബോംബെ ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുകയാണ്. അതിൽ ഹർജി നൽകിയവരുടെ കൂട്ടത്തിൽ മുൻ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി പൃഥ്വിരാജ് ചൗഹാൻ അടക്കമുള്ളവർ ഉൾപ്പെടുന്നുണ്ട്. ഈ ഹർജികൾക്ക് പ്രധാനമായും കാരണമായി അവർ ചൂണ്ടിക്കാണിക്കുന്നത് നന്ദേഡ് ലോക്സഭാ മണ്ഡലത്തിലെ ജയപരാജയങ്ങളാണ്. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിനൊപ്പം തന്നെ മഹാരാഷ്ട്രയിലെ നന്ദേഡ് ലോക്സഭാ മണ്ഡലത്തിൽ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പും നടന്നിരുന്നു. ആ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയിക്കുകയും എന്നാൽ നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 6 മണ്ഡലങ്ങളിലും, നന്ദേഡ് ലോക്സഭാ മണ്ഡലത്തിലെ 6 മണ്ഡലങ്ങളിലും കോൺഗ്രസും സഖ്യകക്ഷികളും പരാജയപ്പെടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇതിനേക്കാളൊക്കെ മുകളിലായി ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ ഭർത്താവും സാമ്പത്തിക വിദഗ്ധനുമായ പരകാല പ്രഭാകർ തന്നെ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ഇലക്ഷൻ കമ്മീഷന്റെ കണക്കുകളെ ഉദ്ധരിച്ചുകൊണ്ട് ഒരു മാജിക് മഹാരാഷ്ട്രയിൽ നടന്നു എന്ന് ആരോപിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് മഹാരാഷ്ട്രയെ കുറിച്ചുള്ള പരകാല പ്രഭാകരന്റെ പോസ്റ്റാണ്. അതിൽ പറയുന്നത് വാട്ട് ഈസ് മഹാരാഷ്ട്ര മാജിക്. അതിൽ കൃത്യമായി പറയുന്നു, 20-ാം തീയതി വോട്ടെടുപ്പ് നടന്ന 20-ാം തീയതി 5 മണിക്ക് ഇലക്ഷൻ കമ്മീഷൻ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം വോട്ടിംഗ് ശതമാനം 58.22%. എന്നാൽ രാത്രി 11:30 ഇതേ ദിവസം പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം അത് 65.02% ഉയർന്നു. എന്നാൽ ഇതിനും പുറമെ കൗണ്ടിങ്ങിന് തൊട്ടു മുമ്പായി പുറത്തുവിട്ട അന്തിമ കണക്കുകൾ പ്രകാരം കണക്ക് വീണ്ടും പോളിംഗ് ശതമാനം 66.05% ഉയർന്നു. അതായത് മൊത്തം 5 മണിക്കും 6 മണിക്കും ഇടയിൽ മാത്രം 7.83% വോട്ടെടുപ്പ് നടന്നു എന്നാണ് ഇലക്ഷൻ കമ്മീഷന്റെ തന്നെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇനി അതേ ദിവസം ജാർഖണ്ഡിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നിരുന്നു. എന്നാൽ ഈ മാജിക് നമുക്ക് ജാർഖണ്ഡിൽ കാണാൻ സാധിക്കില്ല എന്ന് പരകാല പ്രഭാകർ തന്നെ മറ്റൊരു പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്നു. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ജാർഖണ്ഡിനെ കുറിച്ചുള്ള പരകാല പ്രഭാകരന്റെ പോസ്റ്റാണ്. അതിൽ 5 മണിക്ക് പോളിംഗ് ശതമാനം 64.86, 11:30 66.48, വെറും 1.79% വർധനവ്. ഇതേ സമയത്ത് മഹാരാഷ്ട്രയിൽ 6.80% വർധനവുണ്ടായിരുന്നു എന്ന കാര്യം നമ്മൾ മറക്കാൻ പാടില്ല. അപ്പോൾ പരകാല പ്രഭാകർ തന്നെ, ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ ഭർത്താവ് തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ് ഇവിടെ ഒരു വലിയ വോട്ടർ തിരിമറി മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്നു എന്ന് തന്നെയാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. എന്നാൽ കേരളത്തിലെയോ ഇന്ത്യയിലെയോ മുഖ്യധാരാ മാധ്യമങ്ങൾ ധനമന്ത്രിയുടെ ഭർത്താവായ ഒരു സാമ്പത്തിക വിദഗ്ധൻ തന്നെ ഇത്ര ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചിട്ട് അത് വാർത്തയാക്കാൻ തയ്യാറായിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. പരകാല പ്രഭാകർ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്ന് ഏതാനും ദിവസങ്ങൾക്കുള്ളിലാണ് ഈ പോസ്റ്റ് പങ്കുവച്ചത്. പ്രസ് വൺ TV
അന്ന് തന്നെ ഇത് വാർത്തയാക്കിയിരുന്നുവെങ്കിലും ഇന്ത്യയിലെ മുഖ്യധാരാ മാധ്യമങ്ങളും കേരളത്തിലെ മാധ്യമ സിംഹങ്ങളും ഈ വാർത്തയെ മുക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. എന്തായാലും മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ക്രമക്കേടിൽ ഒരു ബോംബെ ഹൈക്കോടതി ഇടപെടൽ ഉണ്ടാകുന്നത് ജനാധിപത്യ വിശ്വാസികൾക്ക് വലിയ പ്രതീക്ഷ പകരുന്ന ഒരു വാർത്ത തന്നെയാണ്.